problem examples നോക്കാം. If P of A തന്നിട്ടുണ്ട്, P of B, P of A intersection B തന്നെ. P of A given B കാണും. Now, P of A given B conditional probability ആണ്. A given B mathematically എങ്ങനെ എഴുതാം? It is P of A intersection B by P of B. What is given? എന്താണോ given അത് denominator വരും. Now, what is P of A intersection B? തന്നിട്ടുണ്ട് 4 by 13. P of B, what is that? 9 by 13. 9 by 13 which is 4 by 9 എന്നറിയാം. കാരണം 13 common denominator in the numerator as well as in the denominator. So, it get cancelled. So, 4 by 9 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ probability. Another example. A family has 2 children. What is the probability that both are boys given that at least one of them is a boy? ഇവിടെ mathematically ഒരു probability അല്ല തന്നിരിക്കുന്നത്. It's a word problem. A family has 2 children. So, sample space എന്ത് വരാം? നമുക്ക് B ബോയിനായിട്ടും G ഗേളിനായിട്ടും ഡിനോട്ട് ചെയ്യാം. So, 2 children എന്ന് പറയുമ്പോൾ പോസിബിലിറ്റീസ് എന്തൊക്കെ വരാം അവിടെ? Both can be boys, both can be girls, elder boy, younger girl, elder girl, younger boy. ഇതാണ് sample space വരിക. So, the sample space is both are boys, both are girls, boy elder, girl younger, girl elder, boy younger. ഇതാണ് sample space വരിക. ഇനി ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് what is the probability that both are boys given that? So, ഇവിടെ നമുക്ക് രണ്ട് ഇവൻറ്റ്സ് ആയിട്ട് അത് എഴുതാൻ പറ്റണം. What is the probability that? എന്താണ് probability ചോദ്യം? Both are boys. So, let A be the event. Both are boys. Given that at least one of them is a boy. So, B എന്ന് പറയുന്നത് at least one is a boy. ഇതാണ് രണ്ട് ഇവൻറ്റ്സ്. Find the probability that both are boys given that at least one of them is a boy. So, ഇതാണ് A, B ആയിട്ടുള്ള ഇവൻറ്റ്സ് എടുത്ത്. ഇനി ചോദ്യം എന്താണ്? Given B. B ആണല്ലോ തന്നിട്ടുള്ളത്. Given that. So, at least one of them is a boy. അപ്പോൾ B അവിടെ happened ആണ്, occurred. So, what is the probability of A? എന്നുള്ളതാണ് ചോദ്യം. Now, P of A intersection B by P of B mathematically. ഇനി ആ അതിൽക്കൊന്നും പോവാതെ ഇത്രയ്ക്ക് ആലോചിച്ചാൽ മതി. B occurred. So, at least one of them is a boy. So, what are the sample space for this? ഇതിനെ ഫേവർ ചെയ്യുന്ന സാമ്പിൾ പോയിന്റ്സ് ഏതാ വരിക? At least one is a boy. Minimum one boy. എന്ന് പറയുമ്പോൾ both boys ആവാം, one boy, one girl, girl, boy. ഇതാണ് സാമ്പിൾ പോയിന്റ്സ് ഫേവർ ആയിട്ട് വരിക. മിനിമം 1 is a boy എന്നാണ്. അപ്പോൾ ഇവിടെ 1 boy, മിനിമം ആയതുകൊണ്ട് മാക്സിമം വരെ വരാം. ഇവിടെ 2 children ആയതുകൊണ്ട് മാക്സിമം 2 boys. Now, ഇതാണ് നടന്നിട്ടുള്ളത്. സോ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് ചുരുങ്ങിയിട്ട് നമ്മൾ B എന്നുള്ള ഇവൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിലേക്ക് A ഫേവർ ആയിട്ട് വരുന്ന സാമ്പിൾ പോയിന്റ് എന്ത് വരും? വാട്ട് ഈസ് A? ബോത്ത് ആർ ബോയ്സ്. ഇതിൽ A എന്ന് പറയുന്നത് ബോത്ത് ആർ ബോയ്സ് വരുന്നതിൻ്റെ പ്രോബിലിറ്റി. ബോത്ത് ആർ ബോയ്സ് എന്നുള്ളത് BB ആണ്. 1 event, 1 sample point out of 3. Instead of taking the 4 sample points, നമുക്ക് ഇവിടെ B occur ആയതുകൊണ്ട് it is P of A given B എന്ന് പറയുന്നത് 1/3 ആയിട്ട് എഴുതാം. സോ B എന്നുള്ളത് സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യുക. അതാണ് ഇവിടെ 3 എന്ന് എഴുതിയത്. ബിക്കോസ് B ഒക്കെ എഴുതുന്നുണ്ട്. അതിലേക്ക് A വരുന്ന സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, BB. സോ 1/3 is the required probability. Another example. 10 cards numbered 1 to 10 are placed in a box, mixed up thoroughly, and then one card is drawn randomly. If it is known that the number on the card drawn is more than 3, what is the probability that it is an even number? പറയുന്നത് ഒരു ബോക്സിൽ 10 കാർഡ്സ് ഉണ്ട്, ഒരു നമ്പർ കാർഡാണ്. സോ 1 എന്നുള്ള കാർഡ് നമ്പർ 2, 3, 4, 5 ആൻഡ് സോ ഓൺ അപ് ടു 10. അത് മിക്സ് ചെയ്തു. 1 കാർഡ് ഈസ് ഡ്രോൺ റാൻഡംലി. ബോക്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ നമ്പർ ഓൺ ദ ഡ്രോൺ കാർഡ് ഈസ്, ആ എടുത്ത കാർഡ് ഇറ്റ്സ് എ നമ്പർ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. ആ എടുത്ത കാർഡ് നമ്പർ
മോർ ദാൻ 3 ആണ്. ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോൺ എന്ന് പറയുമ്പോൾ അത് അവിടെ നടന്നു കഴിഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് നോൺ എന്ന് പറയുമ്പോൾ അത് അവിടെ ഹാപ്പൻഡ് ആണ്. ഇറ്റ്സ് ഒക്കേർഡ്, ദാറ്റ് ഇവൻറ്റ് ഒക്കേർഡ്, വിച്ച് മീൻസ് ദ നമ്പർ ഓൺ ദ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൺ നമ്പർ? അങ്ങനെയെങ്കിൽ അത് ഈവൺ നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി എന്താ? സോ തന്നിരിക്കുന്നത് കാർഡ് നമ്പർ മോർ ദാൻ 3 ആണെങ്കിൽ അത് ഈവൺ നമ്പർ ആവാനുള്ള സാധ്യത എന്താ? സോ വാട്ട് ആർ ദ ഇവൻറ്റ്സ്? ഇവിടെ നമുക്ക് ആദ്യം ഇവൻറ്റ്സ് നെയിം ചെയ്യണം. ലെറ്റ് എ ബി ദ ഇവൻറ്റ്, നമ്പർ ഓൺ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. വാട്ട് ഈസ് അതർ ഇവൻറ്റ്? ബി എന്ന് പറയുന്നത് ആൻ ഈവൺ നമ്പർ. The number card is an even number. So ഇവിടെ എന്താണ് റിക്വയർഡ് പ്രോബിലിറ്റി? വിച്ച് ഒക്കേർഡ്, ഏതാണ് ഒക്കർ ചെയ്ത ഇവൻറ്റ്? എ, ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ നമ്പർ ഓൺ ദ drawn card is more than 3, what is the probability that? So here P of B given A എന്നുള്ളതാണ് ചോദ്യം. അക്കോർഡിംഗ് ടു ദ ഇവൻറ്റ്സ് ഞാൻ ഇവിടെ എ ബി ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് കൊണ്ട് എ നടന്നു എങ്കിൽ ബിയുടെ പ്രോബിലിറ്റി എന്താ? So P of B given A is the question. Now P of B given A എന്ന് പറയുമ്പോൾ A occurred. അപ്പോൾ എയുടെ സാമ്പിൾ സ്പേസ് എഴുതി നോക്കാം. എയുടെ സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓൺ ദ കാർഡ് ഡ്രോൺ ഈസ് മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ 3നേക്കാളും കൂടുതൽ. സോ ഇറ്റ് ഈസ് 4, 5, 6, 7, 8, 9, 10. ഇതാണ് എ ഒക്കർ ചെയ്ത്. ഈ എ ഒക്കേർഡ് ആണെങ്കിൽ ബിയുടെ പ്രോബിലിറ്റി എന്താ? സോ വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നത് ആ കാർഡ് നമ്പർ ഈവൺ നമ്പർ ആയിരിക്കണം. സോ ഇതിൽ ബിക്ക് ഫേവർ ആയി വരുന്നത് കാർഡ് നമ്പർ ഈവൺ ആയി വരുന്നത് ഏതൊക്കെയാണ്? 4, 6, 8, 10. ഇത്രയും നമ്പേഴ്സ് 4, 6, 8, 10 എന്നുള്ളതാണ് ഈവൺ നമ്പർ ആയിട്ട് വരുന്ന കാർഡ് നമ്പേഴ്സ്. സോ ഫേവറബിൾ എത്ര കേസസ്, ഫേവറബിൾ പോയിന്റ്സ് എത്ര എണ്ണം വന്നു? 4. ഔട്ട് ഓഫ് എത്ര സാമ്പിൾ പോയിന്റ്സ് ഉണ്ട് ഇതിലെ? 1, 2, 3, 4, 5, 6, 7. സോ ഫേവറബിൾ പോയിന്റ്സ് 4 ഔട്ട് ഓഫ് 7. ദിസ് ഈസ് ദ സാമ്പിൾ ദിസ് ഈസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി. അതായത് 4/7 എന്ന് പറയുന്നത് 10 എഴുതരുത്, കാരണം എ ഒക്കേർഡ് ആണ്. എ ആണ് നമ്മുടെ ഇവിടുത്തെ സാമ്പിൾ സ്പേസ്. സോ ഔട്ട് ഓഫ് 7 ബിക്ക് ഫേവർ ആയി വരുന്നത് 4 കാർഡ് നമ്പേഴ്സ് ആണ്. 4, 6, 8, 10. സോ 4 സാമ്പിൾ പോയിന്റ്സ് ഔട്ട് ഓഫ് 7 നമ്പേഴ്സ്. ദാറ്റ് ഈസ് ബി എ ഒക്കർ ചെയ്തതുകൊണ്ട് ഇവിടെ 7 സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. സോ ഔട്ട് ഓഫ് 7 ഫേവറബിൾ ഔട്ട്കം ടു ബി ഈസ് 4. സോ റിക്വയർഡ് പ്രോബിലിറ്റി 4/7. Consider another example. In a school there are 1000 students, out of which 430 are girls. It is known that out of 430, 10% of girls study in class 12. What is the probability that a student chosen randomly studies in class 12 given that chosen student is a girl? അതായത് 1000 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 430 ഗേൾസ് ആണ്. 430 ഗേൾസിലെ 10% ഓഫ് ദി 430, ആ 430യുടെ 10% ആണ് ക്ലാസ് 12 പഠിക്കുന്നത്. അതാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ്റ് ചോസൺ റാൻഡംലി സ്റ്റഡീസ് ഇൻ ക്ലാസ് 12 ഗിവൺ ദാറ്റ് ദ ചൂസൺ സ്റ്റുഡൻറ്റ് ഈസ് എ ഗേൾ? ഇനി ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയാണ്. A student is chosen randomly. ആ chosen student ഗേൾ ആണെങ്കിൽ ആ ഗേൾ ക്ലാസ് 12ലാണ് പഠിക്കണമെന്നുള്ളാവാനുള്ള എൻ്റെ പ്രോബിലിറ്റി എന്താ? ചോസൺ സ്റ്റുഡൻറ്റ് ഈസ് എ ഗേൾ. അതവിടെ നടന്നു. ഒരു കുട്ടി എടുക്കണു, ആ കുട്ടി ഗേൾ ആണ്. ആ ഗേൾ ആണെങ്കിൽ ആ ഗേൾ ക്ലാസ് 12ലാണ് പഠിക്കാനെന്നതിൻ്റെ പ്രോബിലിറ്റി. ദ ഗേൾ സ്റ്റഡീസ് ഇൻ ക്ലാസ് 12, അതിൻ്റെ പ്രോബിലിറ്റി കാണും. So what are the two events here? A എന്ന് പറയുന്നത് student studies in 12. B, chosen student is a girl. Chosen student is a girl. So what is the required probability? P of B നടന്നു. ചോസൺ സ്റ്റുഡൻറ്റ് ഈസ് എ ഗേൾ ആണെങ്കിൽ ആ ഗേൾ സ്റ്റഡീസ് ഇൻ ക്ലാസ് 12 ആവാനുള്ള എൻ്റെ
പ്രോബിലിറ്റി എന്താ എന്നുള്ളതാണ് ചോദ്യം. സോ ബി ഒക്കേർഡ് എന്ന് പറഞ്ഞാൽ the event B has happened. The chosen student is a girl. ആ ഗേൾ ഒക്കർ ചെയ്യണമെങ്കിൽ എത്ര ഗേൾസ് ഉണ്ട്? 430 ആണ് അവിടെ ടോട്ടൽ സാമ്പിൾ പോയിന്റ്സ് വരിക ഫോർ ബി. അതായത് ബിക്കോസ് എടുത്ത പെൺകുട്ടി ചോസൺ സ്റ്റുഡൻറ്റ് ഗേൾ ആവണമെങ്കിൽ ദ ഗേൾ ക്യാൻ കം ഫ്രം 430 ബിക്കോസ് ഔട്ട് ഓഫ് 1000 430 ആണ് ഗേൾസ്. സോ ഇവിടെ ഡിനോമിനേറ്റർ വരിക 430 ആണ്. ഇനി ന്യൂമറേറ്റർ ഈ 430 ഗേൾസിൽ ആ എടുത്ത സ്റ്റുഡൻറ്റ് ഗേള് 12th പഠിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ചോസൺ സ്റ്റുഡൻറ്റ് ഈസ് എ ഗേൾ. ഇനി പറയുന്നുണ്ട് ഔട്ട് ഓഫ് 430 10% ഓഫ് ദ ഗേൾസ് ആണ് ക്ലാസ് 12 പഠിക്കുന്നത്. അപ്പോൾ ഈ 430 എക്ക് ഫേവർ ആവുന്നത് എ എന്ന് പറയുന്നത് എന്താ? ആ എടുത്ത പെൺകുട്ടി ക്ലാസ് 12 പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 10% ഓഫ് ദ ഗേൾസിലാണ് ആ കുട്ടി വരുന്നത്. സോ 10% എന്തിൻ്റെയാണ്? 430. സോ വാട്ട് ഈസ് 430 ഓഫ് 10%? 430 10% കുട്ടികളാണ് ക്ലാസ് 12 ഉള്ളത്. അത് എത്രയാണെന്ന് നോക്കാം. സോ 430 into 10 by 100, 430 10%. 430 into 10 by 100, so it is 43. So what does that mean? Out of 430, 43 students ആണ്, 43 girls ആണ് ക്ലാസ് 12 പഠിക്കുന്നത്. സോ ഔട്ട് ഓഫ് 430 ബി ഒക്കേർഡ്, അതായത് chosen student is a girl ആണെങ്കിൽ ആ ഗേള് ക്ലാസ് 12 വരണമെങ്കിൽ എത്ര ഗേൾസ് ആണ് ക്ലാസ് 12 വരുന്നത്? 43. സോ ആ എടുത്ത പെൺകുട്ടി ഷീ ക്യാൻ ബി വൺ അമോങ് ദിസ് 43. അപ്പോൾ ഫേവറബിൾ പോയിന്റ്സ് എത്ര വരിക? 43 by 430 എന്നുള്ളതാണ് റിക്വയർഡ് പ്രോബിലിറ്റി. വി ക്യാൻ ഷോർട്ട് കട്ട് ദിസ് വിച്ച് ഈസ് 1 by 10 വിച്ച് ഈസ് 0.1. 43 into 10 430. So 1 by 10 which is 0.1 എന്നുള്ളതാണ് പ്രോബിലിറ്റി വരിക. സോ ഹിയർ വാട്ട് ഒക്കേർഡ്? ബി. ആ ബിയുടെ സാമ്പിൾ പോയിന്റ്സ് ആണ് 430. അതിൽ എക്ക് ഫേവറായി വരുന്നത് എത്ര പേരാണ് ക്ലാസ് 12 പഠിക്കുന്നത്? അത് ഡയറക്റ്റ് ഇവിടെ നമ്പർ പറഞ്ഞിട്ടില്ല, പെർസെൻറ്റേജ് ആയതുകൊണ്ട് ആ നമ്പർ കണ്ടുപിടിച്ചു. 10% എന്തിൻ്റെയാണ്? 430. സോ 430 into 10 by 100 is 43, which means 430 ഗേൾസിലെ 43 ഗേൾസ് ആണ് ക്ലാസ് 12 പഠിക്കുന്നത്. അപ്പോൾ ഫേവറായിട്ട് വരുന്നത് ന്യൂമറേറ്റർ 43 by 430 which is 0.1. Consider the problem. A die is thrown 3 times. Events A and B are defined. Find the probability of A given that B has occurred. Experiment എന്ന് പറയുന്നത് ഡൈ ആണ്. ഡൈ 3 times എറിയാണ്. സോ ഡൈ 1 time നമുക്കറിയാം സാമ്പിൾ പോയിന്റ് 6, 2 times 36, 3 times will be 6 into 6 into 6. So 216 outcomes വരും. അതിൽ എ ബി അവർ പറയുന്നുണ്ട് 4 on the third throw, B 6 on the first and 5 on the second. Find the probability of A given B. So directly ഇവിടെ എ ബി പറഞ്ഞിട്ടുണ്ട് find A given B എന്നാണ് ചോദ്യം. So P of A given B. A given Bയിലെ ബിയുടെ സാമ്പിൾ പോയിന്റ് ഏതാ? ബി ഒക്കേർഡ് ആണ്. സോ വാട്ട് ആർ ദ സാമ്പിൾ സ്പേസ് ഫോർ ബി? ബി എന്താ പറയുന്നത്? 6 on the first and 5 on the second throw. ഡൈ 3 പ്രാവശ്യമാണ് എറിയണത്. അതിൽ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ത്രോയിൽ 6 ആണ്, സെക്കൻഡ് ത്രോയിൽ 5 ആണ്. അപ്പോൾ അത് അവിടെ കണ്ടീഷനാണ്, അതായത് അവിടെ നടന്നു കഴിഞ്ഞു, 6ഉം 5ഉം വന്നു. സോ 6 and 5. സോ തേർഡ് ത്രോയിൽ എന്തൊക്കെ വരാം? തേർഡ് ത്രോയിൽ 1 വരാം, 2 വരാം, 3, then 4, 5 and 6. സോ ഇതായിരിക്കും ബി എന്നുള്ള ഇവൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ്. അതിൽ 6ഉം 5ഉം ഫിക്സഡ് ആണ്. ഫസ്റ്റ് ത്രോയിൽ 6 ആണ്, സെക്കൻഡ് ത്രോയിൽ 5 ആണ്. തേർഡ് ത്രോ എന്തായിരിക്കാം എന്നുള്ളത് ഒന്നും പറയുന്നില്ല. സോ അവിടെ പോസിബിലിറ്റി നമുക്ക് എന്തൊക്കെ വരാം? ഫസ്റ്റ് ആ തേർഡ് ത്രോയിൽ ഡൈ 1 കാണിക്കാം, 2 കാണിക്കാം, 3, 4, 5 or 6. The first and the second throw are the number 6 and 5 respectively. ഇനി ബിക്ക് ഫേവർ ആയിട്ട് വരുന്ന എ, അതാണല്ലോ ചോദ്യം. ബി ഓഫ് എ ഗിവൺ ബി. എ എന്നുള്ളത് എന്താണ്? 4 on the third throw. എ എന്ന് പറയുന്ന ഇവന്റ് 3 പ്രാവശ്യം എറിയുമ്പോൾ 4 തേർഡ് ത്രോ, മൂന്നാമത്തെ പ്രാവശ്യം എറിയുമ്പോൾ ഡൈ 4 കാണിക്കണം. ഡൈ 4 കാണിക്കുന്ന ഇവന്റ് ഏതാ വരിക? 6, 5, 4. തേർഡ് ത്രോയിൽ ഡൈ 4 കാണിക്കണം. ദാറ്റ് ഈസ് ദ മസ്റ്റ്.
സോ അപ്പോൾ ബി ഒക്കർ ചെയ്തതിൽ ഫേവർ എക്ക് ഫേവർ ആയിട്ട് വരുന്ന സാമ്പിൾ പോയിന്റ് 654, അതായത് ഒരെണ്ണേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 1 out of how many sample points here? 1 2 3 4 5 6 out of 6, and so for 1 by 6 is the required probability. So P of A given B is equal to 1 out of 6. Example നോക്കാം. A die is thrown twice and the sum of the numbers appearing is observed to be 6. What is the conditional probability that the number 4 has appeared at least once? Die രണ്ട് പ്രാവശ്യമാണ് ഇവിടെ അറിയണത്. And the sum of the numbers, രണ്ട് പ്രാവശ്യം അറിയുമ്പോൾ അറിയാം നമുക്ക് 1 1 1 2 1 3 etc 1 6 and so on 6 1 6 2 etc 6 6 വരെ. അപ്പോൾ 6 5 ഒരു ഔട്ട്കം വന്നു എന്ന് വെച്ചാൽ what is the sum of the numbers there? 11 2 5 7 ആണ് അവിടുത്തെ സം ഓഫ് ദ നമ്പേഴ്സ്. അങ്ങനെ വരുന്ന ഔട്ട്കമ്മിൻ്റെ സം ഓഫ് ദ നമ്പേഴ്സ് 6 ആയി വരുന്നതിൻ്റെ ഔട്ട്കം ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഔട്ട്കം വരുന്ന നമ്പേഴ്സ് ഔട്ട്കമ്മിൻ്റെ സം ഓഫ് ദ നമ്പേഴ്സ് 6 വരുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്? സോ വാട്ട് ഹാപ്പൻഡ് ഇവിടെ നടന്നത് എന്താണ്? ആ ഔട്ട്കം വരുന്നതിൻ്റെ സം ഓഫ് ദ നമ്പർ 6 ആയി വരുന്നതിൻ്റെ ഔട്ട്കം എടുത്തു എന്നാണ് പറയണത്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. സോ ലെറ്റ് എ ബി ദ ഇവൻറ്റ് സം ഓഫ് നമ്പേഴ്സ് ഈസ് 6. ബി എന്നുള്ളത് what is the conditional probability that the number 4 has appeared? The number 4 appears at least once. ഇതാണ് 2 events. ഇതിൽ ചോദ്യം A നടന്നു, sum of the numbers, then the sum of the numbers appearing is observed to be 6. So that is what happened. If A happened, what is the probability of B? Sum of the numbers 6 occur ചെയ്തെങ്കിൽ what is the probability that the number 4 has appeared at least once എന്നാണ്. So what happened? A. അപ്പോൾ എയുടെ സാമ്പിൾ പോയിൻറ്റ്സ് എഴുതാം. എയുടെ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ നമ്പേഴ്സ് 6 വരണം. 6 വരുന്ന സം ആയിട്ട് വരുന്ന ഔട്ട്കം when a die is thrown 2 times. ഒരു ഡൈ 2 പ്രാവശ്യം വരുന്നാൽ സം ഓഫ് ദ നമ്പേഴ്സ് 6 വരുന്നത് ഒരെണ്ണം 1 5 വരാം. 1 5 represents sum is 6. Same way 5 1 എഴുതാം. അടുത്തത് 6 വരുന്നത് 2 4. 2 and 4, 2 plus 4 6. Similarly 4 2. Then is there anything more? 3 3. ഇതാണ് സാമ്പിൾ പോയിൻറ്റ്സ് ഫോർ ദ ഇവൻറ്റ് എ വേർ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 6. 1 plus 5 6, 5 plus 1 6, 2 plus 4 6, 4 plus 2 6, 3 plus 3 6. ഇത്രയാണ് സം ഓഫ് ദ നമ്പേഴ്സ്. അതായത് ഡൈസ് 2 പ്രാവശ്യം എറിയുമ്പോൾ സം 6 കാണിക്കുന്ന ഔട്ട്കം ഇതൊക്കെയാണ് വരുന്നത്. സോ ദിസ് ഹാപ്പൻഡ്, എ ഒക്കേർഡ്. ഈ എ ഒക്കർ ചെയ്തതിൽ ബിക്ക് ഫേവർ ആയിട്ട് വരുന്നത് ഏത് ഔട്ട്കം നോക്കാം. നമ്പർ 4 അപ്പിയേഴ്സ് അറ്റ് ലീസ്റ്റ് വൺസ്. ഈ എ ഒക്കർ ചെയ്തതിൽ 4 എന്നുള്ള നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ്, മിനിമം ഒരു പ്രാവശ്യമെങ്കിലും വരുന്നത്. മിനിമം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ക്യാൻ ബി മോർ ഓൾസോ, ബട്ട് മിനിമം 1 ടൈം നമുക്ക് നോക്കാം. 2 4 4 2. 2 4 1 time 4 appears, 4 2 again 4 appears 1 time. So ഈ എ ഒക്കർ ചെയ്തതിൽ മിനിമം 1 ടൈം 4 ഒക്കർ ചെയ്യണത് ഔട്ട്കം ഏതൊക്കെയാണ്? 2 4 ഉണ്ട്, 4 2 ഉണ്ട്. അങ്ങനെ എത്ര ഔട്ട്കം ഉണ്ട്? 2 ഔട്ട് ഓഫ് എത്ര? 5. ദാറ്റ് ഈസ് 1 2 3 4 5. സോ ദ റിക്വയർഡ് പ്രോബിലിറ്റി എന്ത് വരും? P of B given A ആയതുകൊണ്ട് ഇവിടെ അക്കോർഡിംഗ് ടു ദ ഇവൻറ്റ്സ് വാട്ട് ഐ ഡിസ്ക്രൈബ്ഡ്, അതുകൊണ്ട് P of B given A വിച്ച് ഈസ് 2 ഔട്ട് ഓഫ് 5. 5 സാമ്പിൾ പോയിൻറ്റ്സിൽ ബിക്ക് ഫേവർ ആയിട്ട് വരുന്നത് 2 ഔട്ട്കം ആണ്, 2 4ഉം 4 2ഉം. സോ 2 സാമ്പിൾ പോയിൻറ്റ്സ് ഔട്ട് ഓഫ് 5 because A occurred. A occur ചെയ്തതിൽ 5 സാമ്പിൾ പോയിൻറ്റ്സ് ആണ് ഉള്ളത്. സോ റിക്വയർഡ് പ്രോബിലിറ്റി 2/5.